മഴ പെയ്യാനാവുന്ന സമയത്തായിരിക്കും നമ്മുടെ മിക്ക പ്ലാൻസും കൊളാവുക. അതായത് ഇപ്പം മഴക്കാലമാണല്ലോ, നമ്മളിങ്ങനെ പുറത്ത് ഇറങ്ങാൻ നേരമായിരിക്കും ചിലപ്പോൾ മഴ പെയ്യുക. ഇന്നലെ നമ്മളൊരു പക്കാ സ്ക്രിപ്റ്റ് ഒരു 4 മണി തൊട്ട് ഒരു 6 മണി വരെ നമ്മൾ സ്ക്രിപ്റ്റ് ഫുൾ പ്ലാൻ ചെയ്ത് കറക്റ്റ് നമ്മളെ ഓക്കെ എന്നാൽ അതെടുക്കാന്ന് പറഞ്ഞ് ഇറങ്ങാൻ നേരത്ത് ഒരു ഭയങ്കര മഴ. അപ്പം അങ്ങനെ മിക്കവാറും നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ഒരു തവണയെങ്കിൽ ഉണ്ടായിട്ടുണ്ടാവും മഴത്തിറങ്ങാൻ നേരം വെയിലത്ത് ഇറങ്ങാൻ നേരം ചിലപ്പോൾ മഴ പെയ്ത് നമ്മുടെ പ്ലാൻ ക്യാൻസൽ ആവുന്നത്. ഇംഗ്ലീഷിൽ പറയും ഞാൻ ഇറങ്ങാൻ നേരത്ത് മഴ പെയ്തു, പ്ലാൻ ക്യാൻസൽ ആയി. ദ പ്ലാൻ ഗോട്ട് ക്യാൻസൽഡ് അറ്റ് ദ ലാസ്റ്റ് മിനിറ്റ് ഡ്യൂ ടു അൺഎക്സ്പെക്റ്റഡ് റെയിൻ. അപ്രതീക്ഷിതമായ മഴ കാരണം എൻ്റെ പ്ലാൻ ലാസ്റ്റ് മിനിറ്റിൽ ക്യാൻസൽ ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, സോ ഇതേപോലെ നിങ്ങൾക്ക് എപ്പോഴേലും മഴ കാരണം അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റിൽ ഇങ്ങനെ പ്ലാൻ കോളായിട്ടുണ്ടെങ്കിൽ എപ്പോഴാണെന്നുള്ളത് താഴെ കോമെൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എനിക്കിപ്പോൾ അടുത്ത ഒരു ഇവൻറ്റിന് പോകുന്ന സമയത്ത് ഇവൻ്റ് അല്ലേ, അപ്പോൾ മാറ്റിയിറങ്ങി പോയപ്പോൾ മഴയൊന്നുമില്ല. അവിടെ എത്തിയപ്പോൾ കറക്റ്റ് മഴ, അവിടെ പാർക്കിങ്ങും ഇല്ല. സോ ഹാഡ് ടു ലൈക്ക് പാർക്ക് ഔട്ട്സൈഡ് ആൻഡ് വാക്ക്. മൊത്തം കൊള്ളായി ഡ്രസ്സും ഇല്ല, ഞാൻ ഇറങ്ങിയില്ല. ഞാൻ മഴ കുറഞ്ഞിട്ട് കയറാം. കാരണം പിന്നെ അവർ ഗസ്റ്റൊക്കെ എത്തി എന്തായാലും വരണം എന്ന് പറഞ്ഞപ്പം ഞങ്ങൾ കുറേ നേരം കാറിൽ കാത്തുനിന്നു. പിന്നെ ഒന്ന് മഴ ആറുമല്ലല്ലോ, മഴ ഒന്ന് കുറഞ്ഞപ്പോഴാണ് ഞാൻ ഉള്ളിൽ കയറി. മഴ ചാറെന്നാണ് എന്താ അറിയോ, ഡ്രിസ്ലിംഗ്, ചെറിയ മഴ. ചാറി അറിയാം, ഞാൻ വിചാരിച്ചു മലയാളം കത്തലുണ്ടാവില്ല. അല്ല, മഴ ഇങ്ങനെ പെട്ടെന്ന് വെയിലാറാന്നല്ലേ നമ്മൾ പറയാ, അതിന് മഴത്ത് എന്താ പറയാന്ന് അറിയില്ല എന്ന് ഉദ്ദേശിച്ചത്, അറിയില്ല. അപ്പൊ നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങൾ മഴ പേഴ്സൺ ആണോ അല്ലെങ്കിൽ എന്താ പറഞ്ഞ മഴ ചോരയാണ്? ശരിയാ എനിക്കും അത് കിട്ടാതെ പോയി. അപ്പൊ ഞാൻ പറയാൻ പോയത്, നിങ്ങൾക്ക് മഴ ഇഷ്ടമുള്ള ആളാണോ? അതായത് എനിക്ക് പൊതുവെ മഴ ഇഷ്ടമാണ്, പക്ഷെ മഴ ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിൻ്റെ അകത്തിരിക്കണം. എനിക്ക് ഓഫീസിൽ പോകാൻ പോലും ഇഷ്ടമല്ല. വീടിൻ്റെ അകത്ത് പൊതച്ച് മൂടി ഒരു സിനിമയൊക്കെ കണ്ട് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ എനിക്ക് അതിഷ്ടം. ഞാൻ വേറൊരു വൈബ് പറഞ്ഞു തരട്ടെ, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് മഴ പെയ്യുമ്പോൾ നമുക്ക് ഇറങ്ങാൻ തോന്നൂല, ഇനീഷ്യേറ്റ് ചെയ്യാൻ തോന്നൂല, പുറത്തിറങ്ങാൻ തോന്നില്ല. പക്ഷെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടല്ലോ അതിന്റെ ഒരു ഫീല് വേറെ തന്നെ. മഴയത്ത് ബൈക്ക് ഓടിക്കുക, മഴയത്ത് പൂളിൽ ചാടുക, അതൊക്കെ വേറെ മഴയത്ത് പൂളിൽ ചാടുക ഇപ്പം അടുത്ത് എക്സ്പീരിയൻസ് ചെയ്തല്ലോ. അത് എവിടുന്നായിരുന്നു എനിക്ക് ഓർമ്മയില്ല. ഞാൻ ചിലപ്പോൾ കഫേയില് ബൈക്ക് എടുത്ത് വരികയാണെങ്കിൽ ഞാൻ കോട്ട് ഉണ്ടാവില്ല. അപ്പം വരുമ്പോൾ മഴ ഉണ്ടാവില്ലായിരിക്കും. അപ്പം തിരിച്ചു പോകുമ്പോൾ മഴ ഉണ്ടെങ്കിൽ എന്നാലും ഞാൻ കോട്ട് ഉണ്ടെങ്കിൽ പോലും ഞാൻ അത് ഇടാതെ പോയിട്ടുണ്ട്. ഞാൻ 2 വീലർ പോവാത്തതുകൊണ്ട് മഴയത്ത് 2 വീലർ ഓടിച്ച കാലം മറന്നു. സ്കൂളിലെങ്ങാണായിരിക്കും പപ്പയുടെ കൂടെ പോയപ്പോൾ. പപ്പയ്ക്ക് പണ്ട് ബൈക്ക് ഉണ്ടായിരുന്നു. അപ്പം അതിൽ സ്കൂളിൽ പോയപ്പോൾ ഏതോ ഒരു തവണ എനിക്ക് ഓർമ്മയുണ്ട് ഇങ്ങനെ റെയിൻകോട്ടൊക്കെ ഇട്ട് പോയത് ഓർമ്മയുണ്ട്. ഒറ്റൊരു ദിവസത്തെ ആ മെമ്മറി എനിക്ക് ഓർമ്മയുള്ളൂ. ഭയങ്കര മഴയുള്ള ദിവസമായിരുന്നു, അല്ലാണ്ട് എനിക്ക് ഓർമ്മയൊന്നുമില്ല. ഓക്കെ, അപ്പം മഴ ദിവസം, ഒരു ഭയങ്കര മഴയുള്ള ദിവസം ഞാൻ എൻ്റെ ഫാദറിൻ്റെ ബൈക്കിൽ റെയിൻകോട്ട് ഇട്ട് പോയി എന്നിങ്ങനെ പറയാം. I went with my dad on a heavy on a rainy day. അല്ലെങ്കിൽ അത് ഫസ്റ്റ് പറയണമെന്നാ? അത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ലാസ്റ്റിലേക്കും പറയാം. ഓക്കെ, on a rainy day I went on my father's bike wearing a raincoat. Okay, so that would give ഒരു story like structure to the sentence. Okay. ഇനി മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു മണം ഇല്ല, അതിനെന്താ പറയാന്ന് അറിയോ? നല്ലൊരു പച്ചപ്പിന്റെ ഒരു മണം, അറിയില്ല? മഴ ആദ്യത്തെ മഴ, ഫസ്റ്റ് മഴ അല്ല, അതൊരു മണ്ണിന്റെ ഒരു മണം, മണ്ണില് വെള്ളം വീണിട്ടുള്ള ഒരു മണല്ലേ. അതിന് ഇംഗ്ലീഷ് എന്താ എനിക്കറിയില്ല. പെട്രിക്കോർ. പെട്രിക്കോറോ? ഓ, നൈസ് വേർഡ്. ഇറ്റ്സ് ആക്ച്വലി ഞാൻ ഫസ്റ്റ് ഇയർ ഡിഗ്രി പഠിക്കാൻ ഫറൂഖ് കോളേജിൽ ചേർന്ന സമയത്ത് ദിസ് വാസ് ദ ഫസ്റ്റ് എവർ ടോപ്പിക് ദാറ്റ് വി മേഡ് ടു റൈറ്റ് കമ്പോസ് എ പോം. ആദ്യമായിട്ട് മാം വന്നിട്ട് പോം എഴുതാൻ തന്ന ടോപ്പിക്കാണ് പെട്രിക്കോർ. അന്നാണ് ഞങ്ങളൊക്കെ പെട്രിക്കോർ എന്നുള്ള വേർഡ് പഠിക്കുന്നത്. അതുവരെ അറിയില്ല ഇങ്ങനത്തെ ഒരു വേർഡ് ഉണ്ട് എന്ന് തന്നെ. അപ്പോൾ ദാറ്റ്സ് എ വെരി നൈസ് വേർഡ് ദാറ്റ് യു ക്യാൻ യൂസ്. നോട്ട് ചെയ്ത് വെച്ചോളി, പെട്രിക്കോർ. പെട്രിക്കോർ. ഓക്കെ, മഴ കാരണം നമ്മൾ ലാസ്റ്റ് മിനിറ്റ് പ്ലാൻ ക്യാൻസൽ ആയി എന്നുള്ളത് പറഞ്ഞു. മഴ ഉണ്ടെങ്കിലും നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ തീരുമാനിച്ചു എന്നെങ്ങനെ പറയാം? ഈവൻ ദോ ഇറ്റ്സ് റെയിനിങ് വി ഡിസൈഡഡ് ടു jump into the pool. Yeah. Despite the rain, we decided to get in the pool. അല്ലെങ്കിൽ jump into the pool and have fun ആവാൻ ഞങ്ങൾ തീരുമാനിച്ചു. Yes. പക്ഷെ ഞങ്ങൾ ഇവിടെ ഇപ്രാവശ്യം തീരുമാനിക്കാൻ കഴിഞ്ഞില്ല, ഗ്യാപ്പ് കിട്ടിയില്ല, ബാക്ക് ടു ബാക്ക് ഷൂട്ട് ആയിട്ട്. പ്ലസ് ഐ വാസ് സിക്ക്, എനിക്ക് തീരെ വയ്യായിരുന്നു. അപ്പോൾ ഇവരാ മൊത്തത്തിൽ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. സോ പാവം, എല്ലാവർക്കും ഡബിൾ പണിയായിരുന്നു എന്നെ കൊണ്ട്. ഇനി അടുത്ത സെന്റൻസ്, മഴ കാരണം നമ്മൾ പ്ലാൻ പിന്നീടത്തേക്ക് മാറ്റി വെച്ചു എന്നെങ്ങനെയാ പറയാം? We postponed our plan due to rain. പറ്റും. We postponed our plan due to rain, അല്ലെങ്കിൽ due to heavy rain. Called off ന്റെ മീനിങ് എന്തായിരുന്നു? Called off.
കോൾഡ് ഓഫ് ഇസ് ക്യാൻസലിങ്, പോസ്റ്റ്പോൺ ഇസ് മാറ്റി വെക്കുക. ഓക്കെ, വി പോസ്റ്റ്പോൺഡ് അവർ പ്രോഗ്രാം ഡ്യൂ ടു ഹെവി റെയിൻ, അല്ലെങ്കിൽ ബിക്കോസ് ഓഫ് ഹെവി റെയിൻ വി പോസ്റ്റ്പോൺഡ് അവർ പ്ലാൻ എന്നൊക്കെ പറയാം. ഓക്കെ, സോ ഈ മഴ നിങ്ങളുടെ ഫേവറേറ്റ് മെമ്മറി ഇതൊക്കെ എന്തായാലും താഴെ കോമെൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആൻഡ് ഇംഗ്ലീഷ് കഫേയുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കോഴ്സ് എന്ന് കോമെൻറ്റ് ചെയ്തോളൂ. ഇംഗ്ലീഷ് കഫേയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാം. ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസുകൾ, ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ, 24 hours നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കൂ.